OETയുടെ ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ അത് നിങ്ങളിപ്പോൾ കാണുന്ന ഇതുപോലത്തെ പേപ്പറാണ് നമ്മൾ എക്സാം സെൻറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെയിലി പ്രാക്ടീസിങ് ടൈമിൽ നമ്മൾ ഈ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇത്തരം പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മൾ എഴുതുന്ന നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ഇത്ര എഴുതി കഴിയുമ്പോൾ ഏകദേശം 120 വേർഡ്സ് ആയിരിക്കും. നമുക്ക് ഈ എക്സാം ടൈമിൽ കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. മനസ്സിലായി ഞാൻ വിചാരിക്കും. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് എഴുതുമ്പോൾ അസ്യൂം ദാറ്റ് ടുഡേയ്സ് ഡേറ്റ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റൈറ്റിംഗ് ടാസ്കിൽ തന്നിട്ടുണ്ടാവാം. ചില കേസിൽ ഇങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അതായത് എക്സാമിൻ്റെ ഡേറ്റ് ടുഡേയ്സ് ഡേറ്റ് ആയിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ലെറ്ററിനകത്ത് എങ്ങനെ നമുക്ക് ഡേറ്റ് എഴുതാം? ഡേറ്റ് എഴുതാൻ പല ഫോർമാറ്റുകളുണ്ട് നമുക്കറിയാം. പക്ഷേ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ലെറ്റർ ഫോർമാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 09 സെപ്റ്റംബർ 2025 ആ ഒരു മോഡൽ, അതായത് സെപ്റ്റംബർ എന്ന് ഫുള്ളായിട്ടും എഴുതി യൂസ് ചെയ്യാം. അത് കാരണം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഏത് ഫോർമാറ്റാണോ ആ ഒരു ഫോർമാറ്റ് തന്നെ നമ്മൾ കണ്ടിന്യൂസ് വേറെവർ വി നീഡ് ടു റൈറ്റ് ദ ഡേറ്റ് ഇൻ അവർ ലെറ്റർ സെയിം ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ടുഡേയ്സ് ഡേറ്റ് നമ്മൾ എഴുതി, അതിനുശേഷം ഒരു ലൈൻ നമ്മൾ ലീവ് ചെയ്യുന്നു. ഡെസിഗ്നേഷൻ ഓർ ജോബ് ടൈറ്റിൽ, അതായത് നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതാൻ പോകുന്നത് അവരുടെ പേര് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് അവരുടെ ഡെസിഗ്നേഷനേ ഉള്ളൂ എങ്കിൽ അങ്ങനെ എഴുതാം. ദ ജനറൽ പ്രാക്ടീഷണർ ഓർ ദ കമ്മ്യൂണിറ്റി നഴ്സ് എന്ന് വെച്ചിട്ട് ദ ചേർത്ത് നമുക്ക് ജോബ് ടൈറ്റിൽ വെച്ചിട്ട് അവരെ നമുക്ക് മെൻഷൻ ചെയ്യാം. അതല്ല പേര് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് സല്യൂട്ടേഷൻ വെച്ചിട്ട് നമുക്ക് അവരുടെ പേര് മെൻഷൻ ചെയ്ത് ഫോളോഡ് നെക്സ്റ്റ് ലൈനിൽ നമുക്ക് അഡ്രസ്സിൻ്റെ ബാക്കി കംപ്ലീറ്റ് നോട്ടിഫൈ ചെയ്യാം. അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഡ്രസ്സിൽ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ സിയും ഹെൽത്തിൻ്റെ എച്ചും നഴ്സിൻ്റെ എന്നും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അഡ്രസ്സ് എഴുതുമ്പോൾ അഡ്രസ്സിന് ഓരോ കോമ ഇട്ട് എഴുതി തരുന്ന ലെറ്ററിൽ ഉണ്ടാകുന്ന ആ കോമ ഇട്ട് വരുന്ന അഡ്രസ്സിൻ്റെ ഓരോരോ സെൻറ്റൻസ്, ഓരോ വേർഡ്സും സെപ്പറേറ്റ് ലൈനിൽ വേണം പോകാനായിട്ട്. അതിനുശേഷം ഇൻ കേസ് ദർ ഇസ് എ നമ്പർ ലൈക്ക് മെൽബോൺ 2365 എന്നുണ്ടെങ്കിൽ മെൽബോൺ കോമ 2365 എന്ന ഒരു ലൈൻ വേണം എഴുതാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അഡ്രസ്സ് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഗ്രീറ്റിംഗ്സ് ആണ്. ഡെസിഗ്നേഷൻ ഓർ ജോബ് ടൈറ്റിൽ മാത്രമേ ഉള്ളെങ്കിൽ ഡിയർ ഡോക്ടർ അല്ലെങ്കിൽ ഡിയർ നഴ്സ് എന്ന് വെച്ചിട്ട് എഴുതാം. അതല്ല നമുക്കവിടെ പേര് തന്നിട്ടുണ്ട്, ഡിയർ ഡോക്ടർ ജസ്റ്റിൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, ഡിയർ മിസ്റ്റർ പീറ്റർ, അങ്ങനെ നെയിം വെച്ചിട്ട് ഗ്രീറ്റിംഗ്സ് കൊടുക്കാം. നെക്സ്റ്റ് വൺ റെഫറൻസ് ലൈൻ, അതായത് ഗ്രീറ്റിംഗ്സിന് ശേഷം ഒരു ലൈൻ വിട്ടിട്ട് നമുക്ക് റെഫറൻസ് ലൈൻ എഴുതാം. ഈ ഗ്രീറ്റിംഗ്സും റെഫറൻസ് ലൈനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ഇപ്പോൾ ഗ്രീറ്റിംഗ്സ് ആദ്യം, റെഫറൻസ് ലൈൻ നെക്സ്റ്റും, അതർവൈസ് റെഫറൻസ് ലൈൻ ഫസ്റ്റും ഗ്രീറ്റിംഗ്സ് സെക്കൻഡും അങ്ങനെ കൊടുത്താലും രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. റെഫറൻസ് ലൈനിൽ നമ്മൾ RE എന്ന് എഴുതിയിട്ട് കോളൻ ഇട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം മെൻഷൻ ചെയ്യണം. ഫുൾ നെയിം മെൻഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ പീഡിയാട്രിക് കേസിൽ നമുക്ക് സല്യൂട്ടേഷൻ്റെ ആവശ്യമില്ല. അഡൾട്ട് ആണെങ്കിൽ നമ്മൾ സല്യൂട്ടേഷൻ മസ്റ്റായിട്ടും കൊടുത്തിരിക്കും. ലൈക്ക് മിസ്റ്റർ, മിസ്സിസ് ഓർ മിസ് എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫുൾ നെയിം എഴുതാനായിട്ട്. ഫുൾ നെയിം എഴുതിയതിന് ശേഷം നമുക്ക് കോമായിട്ട് ഏജ് 76 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതർവൈസ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ DOB എന്നിട്ട് കോളനിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ഡേറ്റിൻ്റെ ഏത് ഫോർമാറ്റാണോ യൂസ് ചെയ്തത് ആ സെയിം ഫോർമാറ്റിൽ തന്നെ വേണം നമ്മളിവിടെ DOBയുടെ ഡേറ്റും ഇടാനായിട്ട്. എവിടെയെല്ലാം ലെറ്ററിലൊക്കെ ഡേറ്റ് എഴുതി വരുന്നു അവിടെയെല്ലാം നമ്മൾ സെയിം ഫോർമാറ്റ് വേണം യൂസ് ചെയ്യാൻ. ഐ ഹോപ്പ് ഐ ക്ലിയർ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലെറ്റർ. റിമൈനിങ് ആയിട്ട് ഇനി വീണ്ടും ദിവസം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ക്ലിയർ ആയി ഞാൻ കരുതുന്നു എല്ലാവർക്കും. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.